ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മീഷോന്ന് വാങ്ങിച്ചുള്ള കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബെഡ്ഷീറ്റിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, 8 ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സഹിച്ചിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ബെഡ്ഷീറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. വിലയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബെഡ്ഷീറ്റ് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് കേട്ടോ. പിന്നെ മീഷോയിൽ നല്ല റിവ്യൂവിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റും കൂടിയാണ്. ഇതിൻ്റെ പില്ലോ കവറാണിത്. 2 പില്ലോ കവർ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നല്ല ഭംഗിയുണ്ട് ഒരു കളർ കോമ്പിനേഷൻ കാണാനും. ഇപ്പോൾ പില്ലോ കവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിലൊക്കെ ഉണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ കോട്ടനാണ്. പിന്നെ എല്ലാ ബെഡ്ഷീറ്റും ക്യൂൺ സൈസിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഞാൻ കാണിക്കുന്ന ബെഡ്ഷീറ്റിൽ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റും അല്ലാത്ത ബെഡ്ഷീറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് അല്ല, സാധാ കോട്ടൺ ബെഡ്ഷീറ്റാണ്. നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ തന്നെയാണ് കേട്ടോ. പക്ക കോട്ടൺ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാനിതിന് വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ബെഡ്ഷീറ്റിൻ്റെ ഭംഗി. അപ്പം ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു കളർ കോംബോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബെഡിൽ വിരിച്ചിട്ടും നല്ല ഭംഗി കേട്ടോ. നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് ബെഡ്റൂമിന്. പിന്നെ ഇതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ. റൂമിലായാലും ഒക്കെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് എന്താ പറയുക, അത്ര തന്നെ ഒരു ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 351 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വെർത്താണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഷോപ്പിൽ പോയിട്ട് ബെഡ്ഷീറ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ, അതും കോട്ടൻ്റെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എത്രത്തോളം ആവും പ്രൈസ് എന്നുള്ളത്. അപ്പം ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടോ, പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ, മറന്നു പോവാതെ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താൻ അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ്, ഇതൊരു അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. വൈറ്റിൽ റെഡ് കളറിൽ ഇതുപോലെ ഹാർട്ട് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. ഓൾ ഓവർ ഈ ഒരു ബെഡ്ഷീറ്റിൽ ഹാർട്ട് പ്രിന്റ് ആണ് ഉള്ളത്. ബെഡ്ഷീറ്റിൽ അതുപോലെ പില്ലോ കവറിലും ഈ ഒരു ഹാർട്ട് പ്രിന്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ പില്ലോ കവറിന്റെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ മിക്സ്, മൈക്രോ ഫൈബർ പ്ലസ് കോട്ടൺ മിക്സിൽ വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഇത്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ബെഡിൽ വിരിച്ചിടാൻ ഈസിയാണ്. വിരിച്ചിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ ബെഡിൽ നിന്നോളും ചെയ്യും കേട്ടോ. ഞാനിത് വിരിച്ചിട്ട് കാണിച്ചു തരേ. നല്ല ഭംഗിയില്ലേ വിരിച്ചിട്ട് കാണാൻ. ഒരു വൈറ്റ് തീമൊക്കെ വരുന്ന ബെഡ്റൂമിനൊക്കെ നല്ല മാച്ച് ആയിരിക്കും കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ്. നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ ഒരു വൈറ്റ് തീമിലൊക്കെ വരുന്ന ബെഡ്റൂമിൽ ഇത് വിരിച്ചാൽ. ഇത് ബെഡ് വിരിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി അറിയണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫുൾ ഹാർട്ട് പ്രിന്റ് ആണ് കേട്ടോ. വലുതും ചെറുതുമായിട്ടുള്ള ചെറിയ ചെറിയ ഹാർട്ട് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പില്ലോ കവറിലും അതുപോലെ ബെഡ്ഷീറ്റിലും കേട്ടോ. പില്ലോ കവർ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല വലുപ്പവും വീതിയും ഒക്കെ ഉണ്ട്. നല്ല സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ പ്രൈസ് 314 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്താണോ അല്ലേന്ന് നിങ്ങൾ എന്നെ പറയട്ടോ, ഞാൻ പറയുന്നില്ല. കാരണം അത്രയും ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും കണ്ണടച്ച് വാങ്ങാം കേട്ടോ, നഷ്ടമാവില്ല വാങ്ങിയാൽ. എല്ലാ ഭാഗത്തു നിന്നുള്ള വ്യൂ കാണിച്ചു തരാണ് കേട്ടോ. കാരണം ഇതിന്റെ നീളവും വീതിയൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണമല്ലോ. ഇനിയിപ്പോൾ അത് അടുത്തത് ഇതൊരു കോട്ടൺ ബെഡ്ഷീറ്റാണ് കേട്ടോ. പക്കാ കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ക്യൂൺ സൈസ് തന്നെയാണ് എല്ലാ ബെഡ്ഷീറ്റിനും. പിന്നെ അതാ ഇതുപോലെ 2 പില്ലോ കവറും ഉണ്ട് ബെഡ്ഷീറ്റിന്റെ കൂടെ തന്നെ. എല്ലാ ബെഡ്ഷീറ്റിന്റെ കൂടെയും പില്ലോ കവർ ഉണ്ട് കേട്ടോ. പില്ലോ കവർ ഇല്ലാത്ത ഒറ്റ ബെഡ്ഷീറ്റും ഇല്ല നമ്മൾ വാങ്ങിച്ച കൂട്ടത്തിൽ. പിന്നെ ഈ ഒരു പില്ലോ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും വലുപ്പവും അതുപോലെ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിലൊക്കെ വരുന്ന പില്ലോ കവറാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവട്ടെ. ഈ ഒരു പില്ലോ കവറിന്റെ ഒക്കെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പില്ലോ കവർ
കവറാണ് കേട്ടോ. പിന്നെ അതാ ബെഡ്ഷീറ്റ് ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഒരേ പ്രിന്റിൽ ഒരേ മീൻസ് ആ ഒരു എന്താ പറയുക വെർട്ടിക്കലായുള്ള ആ ഒരു ലൈനിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ബെഡിൽ വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ടേബിളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ബെഡ് വിരിക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ വിരിച്ചിട്ട് കണ്ടോളൂ. നല്ല അടിപൊളിയില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ബെഡിൽ വിരിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ബെഡ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടൂല കേട്ടോ. അതാണ് ഈ ഒരു തപ്പിക്കളി കേട്ടോ, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 368 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടൺ ബെഡ്ഷീറ്റിന് ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വേർത്താണ്ട്. പിന്നെ ക്യൂൺ സൈസും ആണല്ലോ, സിംഗിളും ഒന്നല്ല ക്യൂൺ സൈസിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ വേർത്തായുള്ള ബെഡ്ഷീറ്റാണ്. പിന്നെ പില്ലോ കവർ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. വേഗം വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടുത്ത ബെഡ്ഷീറ്റ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗി വെച്ചാൽ നിങ്ങൾക്ക് ഈ ടേബിളിൽ ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി അറിയുമെന്ന് മനസ്സിലാവില്ല. പക്ഷേ എങ്കിൽ ബെഡിൽ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. പിന്നെ നേരത്തെ കാണിച്ച പോലെയുള്ള ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്, ഇലാസ്റ്റിക് ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. പില്ലോ കവർ കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത്. ഈ ഒരു ബെഡ്ഷീറ്റ് വൈറ്റ് ആൻഡ് ഗ്രേയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ പില്ലോ ഗ്രേയിൽ വൈറ്റ് ചെറിയ ലൈൻ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പില്ലോ കവറാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ നല്ല അടിപൊളിയാണ്. ബെഡ്ഷീറ്റും അടിപൊളിയാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മിക്സിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പോളി കോട്ടൺ അല്ല, മൈക്രോ ഫൈബർ പ്ലസ് കോട്ടൺ മിക്സിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഞാനിത് വിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഭംഗി മനസ്സിലാവുക. കണ്ടോ, നിങ്ങൾ പറയും ഇത് ഭംഗിയില്ലേന്ന്. ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡിൽ വിരിച്ചിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതിന്റെ പ്രൈസ് 311 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വെർത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയട്ടോ. നല്ലൊരു ക്ലോത്ത് കേട്ടോ. ഇത് ബെഡിൽ വിരിച്ചാൽ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ക്ലോത്ത് ഇല്ല, ആ ഒരു ക്ലോത്താണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇത് വാങ്ങിച്ചാൽ എന്താ നഷ്ടമാവില്ല കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ഞാനിപ്പോൾ കാണിക്കുന്ന ബെഡ്ഷീറ്റിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബെഡിൽ വിരിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കുട്ടികൾക്ക് വരെ വിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ വിരിച്ചിട്ടാലും നല്ല വൃത്തിയിൽ നിന്നോളൂ കേട്ടോ. കുട്ടികളൊക്കെ എത്ര ചാടി കളിച്ചാലും അതങ്ങനെ ഇളകി പോകുന്നില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ വൃത്തിയിൽ നമ്മൾ വിരിച്ചിട്ട പോലെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ബെഡ്ഷീറ്റാണ്. ഈ ഒരു ബെഡ്ഷീറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് കോട്ടണ് മിക്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ചൊരു തിക്കായിട്ടുള്ള ടൈപ്പ് ക്ലോത്ത് ഉണ്ടാവില്ലേ ബെഡ്ഷീറ്റിന്റെ, ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും പ്രൈസ് കൂടുതലും ഈ ഒരു ബെഡ്ഷീറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രൈസ് കൂടുതൽ മീൻസ് 423 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ പ്രൈസ്. പക്ഷേ ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്ലോത്ത്, കാണാനും നല്ല ഭംഗിയുണ്ട്. ബെഡിൽ വിരിച്ചിട്ടും നല്ല ഭംഗിയുണ്ട്. പിന്നെ അതായത് പില്ലോ കവറൊക്കെ കണ്ടോ നല്ല സൂപ്പർ ഫിനിഷിങ്ങോ അതുപോലെ സൂപ്പർ സ്റ്റിച്ചിങ്ങോ കൊടുത്തിട്ട് ആയിട്ടുള്ള നല്ല 2 പില്ലോ കവറും. അതുപോലെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. വാങ്ങിച്ചതിൽ കൂടുതലും ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് ഉള്ളത്. 2 മാത്രമേ സാധാ നമ്മളെ ഫിറ്റഡ് അല്ലാതെ ബെഡ്ഷീറ്റ് വരുന്നുള്ളൂ കേട്ടോ. 2 കോട്ടൺ ബെഡ്ഷീറ്റ് കാണിച്ചു തന്നല്ലോ, ആ 2 ബെഡ്ഷീറ്റ് മാത്രമാണ് ഫിറ്റഡ് അല്ലാതെ ഉള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇലാസ്റ്റിക് ഫിറ്റഡ് 4 സൈഡിലും കൊടുത്തിട്ട് ഉള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ. അപ്പൊ ഞാനിത് വിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ പ്രിന്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ബെഡിൽ വിരിച്ചിട്ട് നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ ഞാൻ പിന്നെ എടുത്ത് പറയണ്ട, കാരണം അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് ഈ റേറ്റിന് എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാ ബെഡ്ഷീറ്റും ക്യൂൻ സൈസിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ കിങ് സൈസ് ബെഡിനും ഈ ഒരു സെയിം ബെഡ്ഷീറ്റ് സൈസ് പാകമായിരിക്കും എന്നുണ്ടെങ്കിൽ തോന്നുന്നു. കാരണം അത്രയും നല്ല സൈസിലാണ് ഓരോ ബെഡ്ഷീറ്റും ഉള്ളത്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഈ ഒരു ബെഡ്ഷീറ്റ് ബെഡിൽ വെച്ചിട്ട് നല്ല ലുക്ക് ഉണ്ട്, വെറുതെ പറയല്ല. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ആ ഒരു ഭംഗി, ഇതിന്റെ ഒറിജിനൽ കളറും കാര്യം ഭംഗിയൊക്കെ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും ഇഷ്ടമാവും. ഇനി അടുത്ത ബെഡ്ഷീറ്റ്, ഇതും ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. മൈക്രോ ഫൈബർ ആണ് മെറ്റീരിയൽ. മൈക്രോ ഫൈബറും കോട്ടനും കൂടി മിക്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ബെഡ്ഷീറ്റിന്റെ സെയിം മെറ്റീരിയൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. ഇതുപോലെ 2 പില്ലോ കവറും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പില്ലോ കവറാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പില്ലോ കവറിന്റെ. അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ പില്ലോ കവർ. നീളവും വീതിയൊക്കെ അത്യാവശ്യം നല്ല വരുന്ന ഒരു പില്ലോ കവറാണ്. ഇതിന്റെ പ്രിന്റ് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷേ നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പൊ ഞാൻ ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് അങ്ങോട്ട് ക്ലിയർ ആവൂല ആ ഒരു ബെഡ്ഷീറ്റിന്റെ കറക്റ്റ് ഭംഗി. ബെഡ് വിരിച്ചാൽ തന്നെയല്ലേ ബെഡ്ഷീറ്റ് മനസ്സിലാവും. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ബെഡ് വിരിക്കാതെ ജസ്റ്റ് കാണിച്ചു പോയപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചു തരണം അപ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാന്നുള്ളത്. അപ്പൊ അതിന്റെ ശേഷം ചെയ്ത വീഡിയോയിൽ ഞാൻ ബെഡിൽ വിരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെഡ്ഷീറ്റിന്റെ വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ അത്യാവശ്യം കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാ ഈ ബെഡ്ഷീറ്റ് ബെഡിൽ വിരിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, ബെഡിൽ വിരിച്ചിട്ടും കാണാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു പ്രിന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രിന്റ് ഞാനിങ്ങനെ ക്ലോസ് ആക്കിയും കൂടി കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അത് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാ ബെഡിൽ വിരിച്ചിട്ട് നല്ല കറക്റ്റ് സൈസിൽ നിൽക്കുന്നത്. കറക്റ്റ് സൈസ് അല്ല കേട്ടോ, കുറച്ച് ഞാൻ ഉൾഭാഗത്തിലേക്ക് എടുത്ത് വെച്ച ഉൾഭാഗത്തേക്ക് തിരികെ വെച്ചതാണ് കേട്ടോ. ബെഡിന്റെ അടിയിലേക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കിങ് സൈസ് ബെഡിന് സൈസ് പാകാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ ബെഡ്ഷീറ്റും വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ പ്രൈസ് 321 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല സൈസും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു ബെഡ്ഷീറ്റ് ഇതും നല്ല അടിപൊളി ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് കറക്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കളറും അതിൽ വരുന്ന ആ സ്ട്രൈപ്സും ഒക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആവണില്ല. പക്ഷെങ്കിൽ നേരിട്ട് കാണാന് നല്ല അടിപൊളി ഒരു ബെഡ്ഷീറ്റ്, നല്ല ഒരു അടിപൊളി കളറുമാണ് കേട്ടോ. ഒരു വെറൈറ്റി കളറാണ്, നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു കളറാണ് കേട്ടോ. പക്ഷെങ്കിൽ ഈ ഒരു ക്യാമറയിൽ അതിന്റെ ഒരു കറക്റ്റ് കളറ് കാണിക്കാൻ കഴിയണില്ല. ഞാൻ കുറെ ശ്രമിച്ചു നോക്കിട്ടോ, ലൈറ്റിന്റെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ കൂടി വരുമ്പോൾ ആ ഒരു കറക്റ്റ് കളറ് എന്തായാലും ക്യാമറയിൽ കാണില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു കളറിൽ വ്യത്യാസം കാണും എന്തായാലും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. 2 പില്ലോ കവർ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന പില്ലോ കവർ കേട്ടോ. നല്ല സൈസും ഉണ്ട്, നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിലും വരുന്ന പില്ലോ കവറും. അതുപോലെ അതാ ബെഡ്ഷീറ്റിന്റെ എലാസ്റ്റിക് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ 4 സൈഡിലും വരുന്നതാണ്. ഞാൻ വിരിച്ചിട്ട് കാണിച്ചു കേട്ടോ. ഈ ഒരു ലൈറ്റിൽ കാണുന്ന ഈ ഒരു കളർ അല്ല കേട്ടോ ഇതിന്റെ ഒറിജിനൽ കളറ്. നമ്മൾ ബെഡിൽ വിരിച്ചിട്ടും അതിന്റെ ഒറിജിനൽ കളർ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സംഘടനയ്ക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു കറക്റ്റ് കളർ കണ്ടാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭംഗി എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. ഏതായാലും കണ്ടോ, നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. പക്ഷെങ്കിൽ കറക്റ്റ് കളർ നിങ്ങളെ കാണിക്കാൻ കഴിയാത്തതിന് നല്ല സങ്കടം എനിക്കുണ്ട് കേട്ടോ. ഈ ഒരു ബെഡിൽ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് നമ്മൾ ബെഡ്റൂമിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു വീഡിയോ തന്നെ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ കളർ എങ്ങനെ മാറി മാറിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓരോ ലൈറ്റിന്റെ ഓരോ ഭാഗത്ത് നിൽക്കുന്നതിനനുസരിച്ചിട്ടും കളർ മാറി മാറി വരികയുണ്ട്. അപ്പോൾ കറക്റ്റ് കളർ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ പ്രൈസ് 445 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. കാരണം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ലൊരു ടൈപ്പ് ബെഡ്ഷീറ്റിൽ വരലില്ല, നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ക്ലോത്ത് ഇല്ലേ, കോട്ടന്റെ ഒരു മുകളിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം ആ ഒരു പ്രൈസിനും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. അത് ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് മൈക്രോ ഫൈബറിലാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ അത് പില്ലോ കവർ ഈ ഒരു കളറിലാണ് വരുന്നത്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വീതിയും വലിപ്പമൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് കേട്ടോ ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറും വരുന്നത്. പിന്നെ ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ.
മൈക്രോ ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് അലക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കുഴഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് ഉണ്ടാവില്ല, ആ ഒരു ക്ലോത്താണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ക്ലോത്തിന്റെ ആ ഒരു ടെക്സ്ചർ ആയിരിക്കൂല നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ മൈക്രോ ഫൈബർ ആകുമ്പോൾ. പക്ഷേ അടിപൊളിയാണ്, നല്ല മെറ്റീരിയൽ ആണ്. കോട്ടനെ പോലെ അത്ര സ്റ്റിഫായിട്ട് നിൽക്കൂല എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഞാനിത് വിരിച്ചിട്ട് കാണിച്ചത്, വിരിച്ചിട്ട് ഇങ്ങനെയായിട്ടുള്ളത്. ഇതും ക്യൂൺ സൈസ് ആണ്, ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്. പില്ലോ കവർ നിങ്ങൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്. ബെഡ്ഷീറ്റും നല്ലതാണ് കേട്ടോ, നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 339 രൂപ. ബെഡ്ഷീറ്റ് അല്ല, ഇത് മാട്രസ് പ്രൊട്ടക്ടർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബെഡിന്റെ മേലെ കവർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൂലേ, അതായത് ബെഡിൽ അഴുക്കും വെള്ളവും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാട്രസ് പ്രൊട്ടക്ടർ ആണ്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് മാട്രസ് പ്രൊട്ടക്ടർ ആണ് കേട്ടോ. ഇതിന്റെ ഉൾഭാഗത്ത് ഇതുപോലെ പ്ലാസ്റ്റിക്കും പുറം ഭാഗത്ത് നല്ല സോഫ്റ്റ് കോട്ടൺ, മീൻസ് ഒരു വൂളൻ കോട്ടണിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അതുപോലെ സൈഡിൽ വേറൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റഡ് മാട്രസ് പ്രൊട്ടക്ടർ ആണ് കേട്ടോ. അതായത് 4 ഭാഗവും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു മാട്രസ് പ്രൊട്ടക്ടർ ആണ്. ഞാൻ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു വാങ്ങിക്കുമ്പം. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുപോലുള്ള ഒരു മാട്രസ് പ്രൊട്ടക്ടർ ഉണ്ട് എന്ന് വെച്ചാൽ മാത്രമല്ല, ഇത് നമുക്ക് വിരിച്ചിടാനും ഈസിയാണ്. ഇലാസ്റ്റിക് ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ വിരിച്ചിടാനും ഈസിയാണ് കേട്ടോ. ഈ ഒരു ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറയുന്നത് ക്യൂൺ സൈസിലായിരുന്നു കേട്ടോ. എല്ലാ സൈസിലുള്ളതും ഉണ്ട്, കിങ് സൈസിലും ക്യൂൺ സൈസിലും സിംഗിൾ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. മീഷോയിൽ വാങ്ങിക്കാൻ പല സൈസിലുള്ളതും ഉണ്ട്. ഓരോ സൈസിനും ഓരോ പ്രൈസാണ്. ഈ ഒരു മാട്രസ് പ്രൊട്ടക്ടറിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 478 രൂപയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഒരു തുള്ളി വെള്ളം കൂടെ അകത്താവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വെള്ളം മുക്കി ഒഴിച്ചാലും ഈ ഒരു ഉൾഭാഗത്ത് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ബെഡിലാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ബെഡ്ഷീറ്റ് ആണ്. ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ തന്നെയാണ് കേട്ടോ. ഇതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല 2 അടിപൊളി പില്ലോ കവറും കൊടുത്തിട്ടുണ്ട്. ഈ പില്ലോ കവർ ആണെങ്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റി സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതും ഞാൻ പറഞ്ഞല്ലോ ക്യൂൺ സൈസിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ബെഡ്ഷീറ്റും അതുപോലെ ഇലാസ്റ്റിക് ഫിറ്റഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിരിച്ചിടാൻ ഈസിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിക് ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ലത്. കാരണം അവരെത്ര ചാടി കളിച്ചാലും ഈ ഒരു ബെഡ്ഷീറ്റ് ബെഡിൽ നിന്ന് വിട്ടുപോവില്ലേ. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ 4 ഭാഗവും ഇതുപോലെ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 333 രൂപയായിരുന്നു കേട്ടോ. ഇപ്പൊ പ്രൈസ് ഞാൻ ഈ കാണിച്ച എല്ലാ ബെഡ്ഷീറ്റിന്റെയും പ്രൈസ് ഇപ്പൊ കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. ഞാനിപ്പോൾ അത് കുറച്ചായി വാങ്ങിച്ചിട്ട്. അപ്പൊ ആ ഒരു പ്രൈസിനൊക്കെ എന്താ വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഇനിയിപ്പോ ഞാനിത് വിരിച്ചിട്ട് കാണിച്ചുതരാം. ഇലാസ്റ്റിക് ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിരിച്ചിട്ടാൽ ഇതുപോലെ നല്ല വൃത്തിക്ക് നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾ എത്ര ചാടി കളിച്ചാലും ഇതൊക്കെ ചീത്ത ആവുകയില്ല. രാവിലെ വിരിച്ചാൽ രാത്രി വരെ ഇതുപോലെ തന്നെ നിന്നോളൂ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഗ്ലേസ് കോട്ടണിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ. പില്ലോ കവർ അങ്ങനെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് കിഡ്സ് റൂമിലേക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇത്തരം കളേഴ്സൊക്കെ നമ്മൾ കിഡ്സ് റൂമിൽ വിരിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് ഇതൊരു 5 പീസ് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മീഷോയിൽ ട്രെൻഡിങ്ങിലായി നിന്നിരുന്ന ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ് ഇത്. 5 പീസ് എന്ന് പറയുമ്പം ഇതിൽ ഇതുപോലെ 2 കുഷ്യൻസ് ഉണ്ട്. കുഷ്യന്റെ കവറും കൂടി വരുന്നതാണ് കേട്ടോ. അതുപോലെ 2 നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന പില്ലോ കവർ ഉണ്ട്. ഈ ഒരു കുഷ്യൻ കവേഴ്സിന്റെ അതേ ക്വാളിറ്റി വരുന്ന പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുമ്പം
ഇത് കാണാനല്ല നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയലും ആണ്. അതുപോലെ സ്റ്റിച്ചിങ്ങും അടിപൊളി സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത്. ഈ ഒരു പില്ലോ കവേഴ്സിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ പില്ലോ കവറിന്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഒരു സ്പോഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇതിന്റെ ബാക്ക് സൈഡ് നോർമൽ ബെഡ്ഷീറ്റിന്റെ അതേ ക്ലോത്തിലുമാണ് കൊടുത്തിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളിയാണ്. നല്ല വിടുത്തും ഒക്കെ ഉള്ള ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള ഒരു പില്ലോ കവറും കൂടിയാണ്. സ്റ്റിച്ചിങ് കണ്ടോ, നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലേസ് കോട്ടൺ എന്നാണ് കേട്ടോ മീഷോയിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ശരിക്കും നല്ല ഒറിജിനൽ കോട്ടൺ ആയിട്ട് തന്നെ തോന്നുന്നത്. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഗ്ലേസ് കോട്ടൺ അല്ല, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു യെല്ലോ ബെഡ്ഷീറ്റ് പക്ക ഗ്ലേസ് കോട്ടന്റെ ക്ലോത്ത് തന്നെ കേട്ടോ. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. പക്ഷെങ്കിൽ ഇത് കോട്ടൺ ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റിനും. ഇതും ഞാൻ ക്യൂൻ സൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്യൂൻ സൈസ് ആണെങ്കിലും നമ്മൾ ബെഡിൽ വിരിക്കുമ്പോൾ കിങ് സൈസിന്റെ അതേ വലിപ്പത്തിൽ വരുന്നുണ്ട്. നല്ല ലെങ്തും വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യൂൻ സൈസിൽ നിന്നാണ് കൊടുത്തെങ്കിലും കിങ് സൈസിന്റെ സെയിം ഒരു സൈസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ബെഡിൽ വിരിച്ചിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, താഴ്ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 351 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടാവാം എന്തായാലും, കാരണം ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി. പക്ഷെങ്കിൽ ആ ഒരു പ്രൈസിന് ഇനിയിപ്പോൾ ഒരു 500 രൂപ കൊടുത്ത് വാങ്ങിയാലും ഈ ഒരു ബെഡ്ഷീറ്റ് ലാഭമാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ്. നമുക്ക് ഷോപ്പിൽ പോയാൽ എന്തായാലും ഈ റേറ്റിന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റും ഇതും ഒരു 5 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ചതുപോലെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന 2 കുഷ്യൻ കവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 നല്ല ക്വാളിറ്റി വരുന്ന തന്നെ നല്ല പില്ലോ കവേഴ്സും അതുപോലെ ഈ ഒരു ബെഡ്ഷീറ്റും ആണ് ഇതിന്റെ കൂട്ടത്തിലുള്ളത്. ഈ ഒരു ബെഡ്ഷീറ്റും കോട്ടൺ അല്ല, എന്നാൽ ഗ്ലേസ് കോട്ടൺ അല്ല, അതിന് രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബെഡ്ഷീറ്റ് ഉള്ളത്. പില്ലോ കവർ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന 2 പില്ലോ കവറുകളാണ്. ഇതും എന്താ പറയുക ക്യൂൻ സൈസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ് മീഷോയില്. പിന്നെ ഈ ഒരു പില്ലോ കവറിന് ഇതുപോലെ ഒരു സിബും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പില്ലോസ് ഒന്നും കവറിന്റെ ഉള്ളിൽ ഇട്ടാലും അങ്ങായി പോകുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കവറിന്റെ ഉള്ളിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. ബെഡ്ഷീറ്റും നല്ല അടിപൊളിയാണ് കാണാനും, അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കുഷ്യൻ കവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. കുഷ്യൻ കവേഴ്സും ഒക്കെ അടിപൊളിയാണ്. ഇതിനും ഇതുപോലെയുള്ള സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നേരത്തത് ഞാൻ എല്ലാ സൈഡും ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടായിരുന്നല്ലോ. അപ്പൊ ഞാനിത് കറക്റ്റ് നിങ്ങൾക്ക് സൈസ് കാണാൻ വേണ്ടിയിട്ട് കോഡിന്റെ പുറത്തേക്ക് ആക്കിയിട്ടതാണ് കേട്ടോ എല്ലാ ഭാഗവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സൈസ് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഒരു കിങ് സൈസിന്റെ ബെഡ്ഷീറ്റ് പോലെ തന്നെ ഉണ്ട്. ക്യൂൻ സൈസ് ആണെങ്കിലും കിങ് സൈസിന്റെ വലുപ്പത്തിലുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 470 രൂപ വരുന്നത്. 470 രൂപക്കൊക്കെ എക്സ്ട്രാ വർത്തായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. കാരണം ഈ ഒരു 5 പീസ് സെറ്റാണ് നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുന്നത്. അപ്പം എല്ലാ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. പ്രൈസ് എന്തായാലും ഞാൻ വാങ്ങിച്ചതിലും കൂടാനേ ചാൻസ് ഉള്ളൂ കേട്ടോ, കുറയാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ബെഡ്ഷീറ്റിന്റെയും ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് സൈസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ബെഡ്ഷീറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചുകൂടായിരുന്നു നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ബെഡിൽ വിരിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് പോകാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ടൈമും എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. മൈക്രോ ഫൈബർ ആണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ബെഡ്ഷീറ്റാണ്. ക്യൂൻ സൈസിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറും ഉണ്ട്. പില്ലോ കവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബെഡ്ഷീറ്റ് ഇതുപോലെ 4 ഭാഗവും ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിന്.
ഇനിയിപ്പോൾ ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസിയിൽ നമുക്കിത് വിരിച്ചിടാനും കഴിയും. വിരിച്ചിട്ടാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 375 രൂപയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പ്രൈസ് എന്തായാലും ഞാൻ വാങ്ങിച്ചതിലും കൂടാനാണ് ചാൻസ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക്. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേന്ന് രാത്രിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പടക്കം പൊട്ടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നൊരു ദിവസത്തേക്കല്ലേ, ക്ഷമിക്കൂട്ടോ. നമുക്ക് ആ ഒരു സൗണ്ട് ഒഴിവാക്കിയിട്ട് എങ്ങനെയായാലും വോയിസ് കൊടുക്കാൻ കഴിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.